നമ്മുടെ വീഡിയോ ക്വാളിറ്റിൻ്റെ അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഓഡിയോ കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ഓൺലൈൻ ചെയ്യാനോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് പുറത്തൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം, നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തട്ടി വീണ് പോരുത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഹോളിലാൻഡ് കമ്പനി. നിങ്ങൾക്കറിയാം, ക്വാളിറ്റി പ്രോഡക്റ്റ് ഇറക്കുന്ന ഒരു കമ്പനിയാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മൈക്കുകൾ ഇറക്കിയ കമ്പനിയാണ് ഹോളിലാൻഡ്. ഹോളിലാൻഡ് ഏറ്റവും പുതിയ വയർലെസ് സിസ്റ്റം ആയിട്ടുള്ള ഹോളിലാൻഡ് ലാർക്ക് M2S എന്ന് പറയുന്ന ഈ ഒരു മൈക്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു 8-10 ദിവസമായിട്ട് ഞങ്ങൾ പല ഷൂട്ടിനൊക്കെ ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് സൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പത്തെ മൈക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നൊക്കെ വലിയൊരു സാധനം ക്ലിപ്പ് ചെയ്ത് വെക്കണം, അതുപോലെ ക്ലിപ്പ് ചെയ്തത് കാണും. പിന്നെ മാഗ്നറ്റിക് ക്ലിപ്പൊക്കെ ആണെങ്കിൽ കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ ഷർട്ട് വലിഞ്ഞാലൊക്കെ പെട്ടെന്ന് അത് ചാടി പോകാനും വീണ് പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2S ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാർജിങ് കേസിലാണ് ഇത് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് USB-C വെച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള നമ്മുടെ RX-ഉം TX ഒക്കെ ഇതിലിരുന്ന് തന്നെ ചാർജ് ആയിക്കോളും. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് എത്ര % ചാർജ് ഉണ്ടെന്ന് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഇത് വൈറ്റ് കളറിലാണ് കത്തുന്നത്. വൈറ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6% മുതൽ 98% വരെ ചാർജ് ഉണ്ടെങ്കിലാണ് വൈറ്റ് കത്തുക. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ അതിൽ ഗ്രീനിലേക്ക് മാറും. 6% കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് റെഡ് ലൈറ്റിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്കിത് നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ ഇത് ഫുള്ളി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാനുള്ള ചാർജ്, ഈ കേസ് ചാർജ് ചെയ്യാനുണ്ടാവും. ഇതിൽ വരുന്ന ഓരോ ട്രാൻസ്മിറ്ററും റിസീവറൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 9 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാം. അതായത് ഒരു ഫുൾ ഡേ നമുക്ക് ഓപ്പൺ ആക്കി ഓൺ ആക്കിയിട്ട് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ചാർജിങ് സംവിധാനം വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ലാപ്പൽ മൈക്കാണ് ഭയങ്കര രസകരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ചെറുതാണ്. ഹോളിലാൻഡ് ലോഗോ ഉണ്ട്, അത് ഉള്ളിലാണ്. അത് നമുക്ക് പുറത്തേക്ക് കാണാത്ത പോലെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാത്ത പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മൈക്ക് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ മൈക്കിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ശരിക്കും ഇതൊരു ടൈറ്റാനിയത്തിൽ ഉണ്ടാക്കിയത്, നല്ല സ്റ്റഡി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മൈക്കാണ്. അതുപോലെ ഇവിടെ ഒരു റബ്ബർ പാഡിങ് വരുന്നുണ്ട്, നമുക്കിത് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷൻ ചെയ്യുന്ന ആളാണെങ്കിലും എന്ത് രീതിയിൽ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആളാണെങ്കിലും ഒരിക്കലും മൈക്ക് ഊരിപ്പോകുക എന്നുള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ നമുക്ക്. ആ ഒരു പ്രശ്നം വേണ്ട, വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് നിൽക്കും. ഇനിയിപ്പോൾ നിങ്ങളെ കോളറിലൊക്കെ നമ്മൾ ടീഷർട്ടിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു മൈക്കുള്ള ഫീലിംഗ് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലാപ്പൽ മൈക്കാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് പോർട്ട് ഉണ്ട്. ചാർജിങ് പോർട്ട് നമ്മൾ വെറുതെ ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ കേസിൽ വെച്ച് കഴിഞ്ഞാൽ അതോടെ നിന്ന് ചാർജ് ആയിക്കോളും. ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിനുള്ളിൽ ഒരു LED ലൈറ്റ് വരുന്നുണ്ട്. നോർമലി ഈ LED നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കത്തുന്നത് ബ്ലൂവിലാണ്. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഗ്രീനിലേക്ക് മാറും. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാൻ ഒന്നും വേണ്ട, ഇവിടെ ഒരു ഓറഞ്ച് ബട്ടൺ കാണാം. ഈ ഓറഞ്ച് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ട് ഗ്രീനിലേക്ക് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഓഫാക്കാനും ഓണാക്കാനും നമുക്ക് ഈ ബട്ടൺ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. ബാറ്ററിയും ബാക്കി കാര്യങ്ങളൊക്കെ റിസീവറൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് കമ്പനി പറയുന്നത് ഏകദേശം 300 മീറ്റർ ദൂരം വരെ കിട്ടുന്നതാണ്. നമുക്കതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ വരുന്നത് ഇതിൻ്റെ RX ആണ് ഇതിൻ്റെ വരുന്നത്. RX എന്ന് പറഞ്ഞാൽ ഇതാണ് റിസീവർ. ഈ റിസീവറാണ് നമ്മൾ ക്യാമറൻ്റെ മുകളിൽ ഇവിടെ ഒരു കോൾഡ് ഷൂ ഉണ്ട്. ഈ കോൾഡ് ഷൂ ക്യാമറയിലിട്ട് ക്യാമറയുടെ മുകളിൽ നമുക്ക് RX റിസീവർ വെക്കാം. ഇതിൻ്റെ USB-C വരുന്നുണ്ട് സൈഡിൽ. ഇതിൽ നിന്ന് ഔട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മൊബൈലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഇതിൽ USB-C ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട് വാങ്ങിയിട്ട് ലൈറ്റിനിങ് കേബിളൊക്കെ വെച്ചിട്ട് മൊബൈലിന് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് സൈഡിൽ ഒരു ഓറഞ്ച് ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ നമ്മൾ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമുക്ക് ഈ ബട്ടൺ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ ഓഫാക്കി വെക്കണമെന്നില്ല, വെറുതെ നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസിലിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അത് സ്ലീപ്പ് ആവും, ഓഫ് ആവും. അതിൽ ആവശ്യമുള്ളത്ര ചാർജ് ആയിട്ട് അവിടെ നിന്നോളും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് ഓഫ് ആക്കണമെങ്കിൽ മാത്രം ഈ പവർ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ച് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് ഓഫ് ആക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കിത് പെട്ടെന്ന് നമ്മൾ സംസാരിക്കുന്ന അടുക്ക് എന്തെങ്കിലും മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം നെക്കി കഴിഞ്ഞാൽ നമുക്കിത് റെഡിലേക്ക് പോകും. അപ്പോൾ ഇത് മ്യൂട്ടായി. വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്കത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് തന്നെ വരും ചെയ്യും. അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വോളിയം നോബ് വരുന്നുണ്ട്. ഈ നോബ് നമ്മൾ കൈ കട്ടിയിട്ട് നോർമലി ഇപ്പോൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ക്യാമറയുടെ കൈ തട്ടിയിട്ട് വോളിയം കൂടാനൊക്കെ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോളിയം നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വോളിയം തിരിച്ചാലും നമുക്ക് വോളിയം കൂടും കുറയൊന്നുമില്ല. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ വോളിയം കൂട്ടാനും കുറക്കാനും പറ്റും. വോളിയം എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ 3 ഡോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ലോ വോളിയത്തിലാണ് നമ്മൾ എടുക്കണമെങ്കിൽ
ഒരു ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. ഇപ്പോൾ മീഡിയത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്, അപ്പോൾ 2 ലൈറ്റ് കത്തും. ഫുള്ളാണെങ്കിൽ 3 ലൈറ്റും കത്തും. അപ്പോൾ ഹോളിലാൻഡ് റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ വോളിയം നമ്മൾ മീഡിയത്തിലിടുക, എന്നിട്ട് ക്യാമറയിലെ വോളിയം നമ്മൾ കുറച്ച് വെക്കാനാണ് ഹോളിലാൻഡ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല സൗണ്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഹൈ ക്വാളിറ്റി സൗണ്ടാണ് ഇതിൽ വരുന്നത്, കാരണം ഇത് 48 KHz 24 ബിറ്റിലാണ് ഇതിൽ ഇൻപുട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് സൗണ്ട് കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന വേറെയും ബട്ടൺ ഉണ്ട്. ഇത് നമുക്ക് മോണോ മാത്രമല്ല സ്റ്റീരിയോ ആയിട്ട് രണ്ടാൾക്ക് അപ്പുറം ഇരുന്നിട്ട് സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം, സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, ഈ വോളിയം ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് ബ്ലൂയിലേക്ക് പോകും. ബ്ലൂയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള മൈക്ക് സ്റ്റീരിയോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ 2 ഭാഗത്ത് നിന്ന് നമുക്ക് 2 ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹോളിലാൻഡ് എപ്പോഴും ക്വാളിറ്റിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് മോണോ ആയിട്ട് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റീരിയോ ആയിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ സാധാരണ ഇൻ്റർവ്യൂ നമ്മളങ്ങനെ സ്റ്റീരിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ സ്റ്റീരിയോ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം, ഒരു ഓഡിയോക്ക് അത്രയും പ്രാധാന്യമുള്ള സാധനങ്ങൾ സ്റ്റീരിയോ ആയിട്ട് തന്നെ ആൾക്കാർ കേൾക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അത് പ്രസ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കൺട്രോൾ വരുന്നത്. പിന്നെ ഈ സൈഡിൽ പോകുകയാണെങ്കിൽ 3.5 mm ഓഡിയോ ജാക്ക് നമുക്ക് നേരെ ക്യാമറയ്ക്ക് കൊടുക്കാനുള്ള ഓഡിയോ ജാക്കും വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇതിൽ വരുന്ന റിസീവറിൽ വരുന്ന ഒരു സിസ്റ്റം. പിന്നെ നമുക്ക് വരുന്നത് ഞാൻ പറഞ്ഞ 2 ലാപ്പിലാണ് ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത്. കോംബോ ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കോംബോ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയ്ക്ക് യൂസ് ചെയ്യാം, അതുപോലെ മൊബൈലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കൊരു മൊബൈലിന് കൊടുക്കാനുള്ള USB-Cയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ USB-C ആണെങ്കിൽ ഈ ഒരു പാക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മൊബൈലിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് മൊബൈലിന് മുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഐഫോൺ പുതിയ 15 മുകളിലുള്ള ഐഫോണുകളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് USB-C ഉപയോഗിക്കാം. അതിൻ്റെ ഈ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു നോയിസ് കൺട്രോൾ, അതായത് ഇതിൽ ആക്റ്റീവ് ENC എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് നല്ല രീതിയിൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ വരുന്ന ഒരു അടിപൊളി മൈക്കും കൂടിയാണ്. ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു മൈക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് മൊബൈലിന് മാത്രമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുള്ളെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൻ്റെ ചെറിയ വെർഷൻ വാങ്ങാൻ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇതിൽ USB-Cയും ലൈറ്റ്നിങ്ങും ഒക്കെ നമുക്ക് കിട്ടും. ഇനി നിങ്ങളിത് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈറ്റ്നിങ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ആ രീതിയിലാണ് ഇത് ഹോളിലാൻഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നേരെ മൊബൈലിന് കൊടുത്താൽ മതി. അതല്ല നിങ്ങളുടെ മൊബൈൽ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മൊബൈൽ 14 Pro ആയതുകൊണ്ട് തന്നെ ഇതിൽ ലൈറ്റ്നിങ് കണക്ടറാണുള്ളത്. ലൈറ്റ്നിങ് കണക്ടറാണെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്തിട്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഈ ബാഗിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3.5 mm നമ്മൾ ക്യാമറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഇൻപുട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് നമുക്ക് ഔട്ട് എടുത്തിട്ട് ഇതിൽ കൊടുത്തിട്ട് ഔട്ട് എടുത്തിട്ട് നമ്മളെ മൊബൈലിന് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈലിന് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളാണ് നമ്മൾ മൊബൈലിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുക്ക് വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. ക്യാമറയിലാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. നോർമലി നമുക്ക് മൊബൈലിൽ വോളിയം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ മൊബൈലിലുള്ള നേരിട്ട ഈ ഒരു പിന്നെ നമുക്ക് മൊബൈലിലേക്ക് കൊടുത്തതിന് ശേഷം, അതല്ല ലൈറ്റിനിങ് പോലെയൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ വെറുതെ മൊബൈലിന് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോളിലാൻഡിൻ്റെ ഒരു ആപ്പ് കിട്ടും. ഹോളിലാൻഡിൻ്റെ ആപ്പ് കിട്ടും. ആ ആപ്പ് ലാർക്ക് സൗണ്ട് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് വെറുതെ നമ്മളിത് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമ്മളെ ആപ്പ് ഓൺ ആവും. ആപ്പ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തുമാത്രം സൗണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് മൊബൈൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡൽഹി എക്സ്പോക്ക് പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ നോർമൽ ആ മൈക്ക് എടുത്തിട്ട് കുത്തിയിട്ട് മൊബൈലിന് കുത്തിയപ്പോൾ അത് ഭയങ്കരമായിട്ട് സൗണ്ട് കൂടി. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, കാരണം അത്രയും തിരക്കായ ഒരു സംഭവം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് വോളിയം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ ഈ വോളിയം കൺട്രോളിന് പകരം ഇതിൻ്റെ മുകളിൽ വെറുതെ ടച്ച് ചെയ്തിട്ട് നമുക്ക് വോളിയം കണ്ടാവും. ഇങ്ങനെ 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് വോളിയം നമുക്ക് ആവശ്യമുള്ളത്ര വോളിയം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വോളിയം ചെയ്യാൻ പറ്റും. അതുപോലെ നോയ്സ് റെക്കോർഡിംഗ് ലെവൽ ഹൈ വേണോ ലോ വേണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സ്റ്റീരിയോ മോണോ ഇതിൽ മാറ്റാൻ പറ്റില്ല. സ്റ്റീരിയോ മോണോക്ക് നമുക്കിവിടെ ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സാധനം ഞാൻ കണ്ടത്, നമ്മൾ സാധാരണ ഇതുപോലെ മൊബൈലിന് കുത്തി കൊടുത്തിട്ട് ഒരു മൈക്ക് കുത്തിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതൊന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് വലിച്ചു ഊരണം. അതാ നമ്മളെ റെക്കോർഡിങ്ങിനിടയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏറ്റവും വലിയ സംഭവം. അത് വലിച്ചു ഊരിയിട്ട് കേൾക്കുക, വീണ്ടും കുത്തുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫോൺ സ്പീക്കർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത സാധനം ഇത് ഊരാതെ തന്നെ ഫോണിൻ്റെ സ്പീക്കറിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് മൊബൈലിലൊക്കെ പെട്ടെന്ന് നമ്മൾ വ്ലോഗ് ചെയ്യാനൊക്കെ മൊബൈലുകളാണ് യൂസ് ചെയ്യണത്. മൊബൈൽ യൂസ് ചെയ്യണവർക്ക് ഒരു അടിപൊളി ഫംഗ്ഷനാണത്. അതായത് നമ്മൾ വലിച്ചു വരാതെ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ വോളിയം ഒക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വോളിയം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് ഒരു അടിപൊളി ഓപ്ഷനും കൂടിയാണ്. അങ്ങനെയാണ് നമ്മൾ മൊബൈൽ ആപ്പ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ളൊരു ആപ്പാണ്. ക്യാമറക്കാണെങ്കിൽ പിന്നെ മൊബൈൽ ആപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ നേരെ ക്യാമറയിൽ അത് പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് നമ്മൾ ക്യാമറയിൽ അറ്റാച്ച് ചെയ്തിട്ട് സൗണ്ട് എങ്ങനെയുണ്ട്, സ്റ്റീരിയോ എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ഇതിൻ്റെ റേഞ്ചും അതുപോലെ നോയ്സ് ക്യാൻസലാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തൊന്ന് പോയി നോക്കാം.
അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കൊച്ചിയിലെ ഏറ്റവും തിരക്കുള്ള സ്ഥലത്താണ്. ഇത്രയധികം വാഹനങ്ങളും ഫാക്ടറികളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഹോളിലാൻഡ് ലാർക്ക് MTUSൻ്റെ നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോർമലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലാണ് മൈക്ക് വർക്ക് ചെയ്യുന്നത്. നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഓണല്ല, ഓഫാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഈ സൗണ്ടുകളൊക്കെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാൻ പറ്റും. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയധികം റോഡ് കൂടെ ഇത്രയധികം വണ്ടികൾ പോയിട്ട് ഇത് തിരക്കുണ്ടായിട്ടും ഭയങ്കരമായിട്ടുള്ള സൗണ്ടിനെ ഒഴിവാക്കിയിട്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ വോക്കൽ സൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ ഹോളിലാൻഡ് ലാർക്ക് MTUS ഇതുപോലെ നല്ല നോയ്സൊക്കെ ഉള്ള ഏതെങ്കിലും സിറ്റിയിലൊക്കെ നിങ്ങൾ വ്ലോഗ് ചെയ്യുന്ന സമയത്തും വീഡിയോ ഉണ്ടാക്കുന്ന സമയത്തും ഏറ്റവും നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഹോളിലാൻഡ് മൈക്കിൻ്റെ എത്ര ദൂരം കിട്ടുന്നുള്ളതാണ്. മൈക്ക് ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻ്റർകോം സിസ്റ്റം വെച്ചിട്ട് എന്താ വെച്ചാൽ ഇത് ഹോളിലാൻഡിൻ്റെ വേറൊരു ഇൻ്റർകോം സിസ്റ്റമാണ്. അത് നമുക്ക് 400 മീറ്റർ കിട്ടും. അപ്പോൾ എനിക്ക് സെക്യൂരിറ്റിക്കുമായിട്ട് കിട്ടുന്നുണ്ടോ വോളിയം കിട്ടുന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് വെച്ചിട്ടുള്ളത്. ശരിക്കും നമ്മുടെ ഓഡിയോ റെക്കോർഡാവുന്നത് ഹോളിലാൻഡ് മൈക്ക് നമ്മളിവിടെ കുത്തി വെച്ചിട്ടുണ്ട്. കാരണം ചെറുതായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് പോയിട്ട് നോക്കാം. ഓക്കെ, ശരിക്കും നമുക്ക് ഇത്ര ദൂരം ഒന്നും ഒരു മൈക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മൈക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും അടുത്ത തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്ര ദൂരം കിട്ടാൻ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 100 മീറ്റർ ദൂരമൊക്കെ വന്നിട്ടുണ്ടാവും. 100 മീറ്റർ സൗണ്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ ആണോ സെക്രിയ? സൗണ്ട് കേൾക്കാം. സൗണ്ടിൻ്റെ ഇത് വരുന്നുണ്ടല്ലോ അല്ലേ? ഹലോ 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 വോയിസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം 200 മീറ്ററിൽ കൂടുതൽ ദൂരത്താണ്. ഇപ്പോൾ നമ്മൾ 200-250 മീറ്റർ കൂടുതലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കിട്ടുന്നുണ്ട് അല്ലേ? വോയിസ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക. 200 മീറ്ററിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 250 ഏകദേശം 200 കൂടുതൽ മീറ്റർ പോയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ വോയിസ്, അതായത് ഇതിൻ്റെ സെഷൻ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ അത്രയും പവർഫുള്ളാണ്. അപ്പോൾ നമുക്കൊരു കുറച്ച് ദൂരം നിന്നിട്ടോ അല്ലെങ്കിൽ അപ്പുറത്ത് കുറേ ക്യാമറ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് ഇതുപോലുള്ള ഒരു മൈക്ക്. അപ്പോൾ നമ്മൾ ഹോളിലാൻഡ് ചെക്ക് ചെയ്തു. ഡയറക്റ്റ് ആയിട്ടുള്ള ഐസൈറ്റിൽ തന്നെയായിരുന്നു നമ്മൾ നിന്നിരുന്നത്. ഡയറക്റ്റ് ഐസൈറ്റിൽ ഏകദേശം 250 മീറ്ററോളം ദൂരത്ത് പോയിട്ട് നമുക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ വോളിയം എന്താ പറയുക, നമ്മുടെ ഓഡിയോ സിഗ്നൽസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ദൂരം ഒന്നും പോയിട്ട് ഒരിക്കലും സാധനം റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് കമ്പനി അത് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നോർമലി 100-150-100 മീറ്റർ തന്നെ മാക്സിമം കിട്ടിയാൽ തന്നെ ഭയങ്കര കിട്ടില്ല. കാരണം അത്രയും പോയാൽ തന്നെ നമുക്ക് പല മൈക്കുകളും നമുക്ക് കണക്ഷൻ കട്ടാവാറുണ്ട്. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിൽ പക്കയാണ്, വിശ്വസിച്ച് വാങ്ങാം. അപ്പോൾ നമ്മളിവിടെ നോയ്സ് ക്യാൻസലേഷൻ ചെക്ക് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നോയ്സ് ക്യാൻസലേഷൻ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ദൂരം ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ വളരെ എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശത്താണ് ഇവർ പറഞ്ഞ ഈ 300 മീറ്ററൊക്കെ കിട്ടുള്ളൂ നോർമലി. കാരണം നമ്മളൊരു സിറ്റിയിൽ, നമ്മൾ കൊച്ചി സിറ്റിയിൽ അത്രയും തിരക്കുള്ള സ്ഥലത്തായതുകൊണ്ട് തന്നെ ഒരുപാട് 2.4 GHz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വൈഫൈയും കാര്യങ്ങളും എല്ലാം അവിടെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ പോലും നമുക്ക് 200-250 മീറ്റർ ദൂരം നമുക്ക് ഞാൻ പോയിട്ട്, കാരണം ക്യാമറയിൽ കാണാത്ത അത്രയും ദൂരം പോയിട്ട് പോലും നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓഡിയോ കിട്ടിയിരുന്നു. പിന്നെ 250 കുറച്ചും കൂടി ദൂരമൊക്കെ പോയപ്പോഴാണ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയത്. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. പിന്നെ അത്രയും ദൂരം ഒന്നും പോയിട്ട് ആരും ഒന്നും റെക്കോർഡ് ചെയ്യില്ല. ഒരു 50 മീറ്ററൊക്കെ ദൂരെ പോയിട്ട് എന്തെങ്കിലും പറയാനൊക്കെ പറയാമെന്നല്ലാതെ അപ്പോൾ അതിലൊന്നും കാര്യമില്ല. കാരണം അത്ര സ്ട്രോങ് ആണെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്യാമറയിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി 3.5 mm ജാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ മൈക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന മൈക്കിൽ നിന്ന് ഞാൻ ഹോളിലാൻഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോളിലാൻഡ് ലാർക്ക് MTUS വെച്ചിട്ടാണ്. കണ്ടോ, പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മേലെ മൈക്കുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇവിടെ സിമ്പിളായിട്ട്, നല്ല സിമ്പിളായിട്ട്, അതായത് നമുക്കൊരു ലോഗോ, ഒരു കമ്പനിയുടെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ആ കമ്പനിയുടെ ലോഗോ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത്ര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വലിച്ചു ഊരിയാൽ മാത്രമേ വരുള്ളൂ. കാരണം അതിനുള്ളിൽ റബ്ബർ പാഡിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ടൈറ്റാനിയത്തിലാണ് അതിൻ്റെ ഒരു ഗ്രിപ്പ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോർമൽ നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഇല്ല. അതോടെ ഞാൻ റോഡ് സൈഡിൽ തന്നെയാണ് എൻ്റെ ഓഫീസ്. ഇതൊരു അക്കോസ്റ്റിക് ചെയ്ത ഓഫീസല്ല. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വണ്ടിയുടെ നോയ്സൊക്കെ കേൾക്കുന്നുണ്ടാവും. കാരണം കേൾക്കാനും സാധ്യത കുറവാണ്. കാരണം അങ്ങനെയുള്ള വോയിസുകളൊക്കെ മിക്കവാറും ഇതൊന്ന് കട്ട് ചെയ്യും നോർമലി തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് വണ്ടിയുടെ സൗണ്ടുകളും ഹോണടിയൊക്കെ കേൾക്കാണ്ട്. അത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾ അറിയില്ല. നിങ്ങൾ കേട്ടിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു സൈഡിലെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ ഓണായി. നോയ്സ് ക്യാൻസലേഷൻ ഓണായി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ സൗണ്ടുകൾ നിങ്ങൾ മുമ്പ് കേട്ടിരുന്നെങ്കിൽ അത് മുഴുവനായിട്ടും കട്ടായിട്ടുണ്ടാവും ചെയ്യും. പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഇട്ടല്ലോ, ആ ഒരു സാധനം കൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഹോളിലാൻഡിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് വീഡിയോ കണ്ടാലും, വ്ളോഗേഴ്സിൻ്റെ കണ്ടാലും, യൂട്യൂബ് കണ്ടാലും മാറത്ത് വട്ടത്തിൽ വട്ടം പോലെ സാധനം ഇരുന്ന ടൈം ഹോളിലാൻഡ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. അത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വെർഷനാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓൺ ചെയ്യുന്ന ആളാണെങ്കിലും മാഗ്നറ്റിക്കിൻ്റെ പ്രശ്നങ്ങളോ, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ
യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഇതിൽ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് ക്ലിപ്പായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഊരി ചാടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് പേടിയാണ്, പോയോ എന്നുള്ളത് പേടിയാണ്. പലപ്പോഴും അതിൻ്റെ ആ മറ്റേ മാഗ്നറ്റിക് സാധനം പോക്കറ്റിലൊക്കെ കിടക്കുന്ന കാണുന്ന താഴേക്ക് വീഴൊക്കെ ചെയ്യും. ഇത് നമുക്ക് സ്ട്രോങ് ആയിട്ട് എന്ത് ആക്ഷൻ നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലും സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഷൂട്ട് ചെയ്തിട്ട് ചെയ്യാനും പറ്റും. പിന്നെ വേറൊരു കാര്യം കേട്ടോ, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. കാരണം ഇത് തീരെ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓഫാക്കാനൊക്കെ പറഞ്ഞ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ക്യാമറയിൽ ഇട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടൊക്കെ അത് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 7 ഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ടീഷർട്ടോ അതിൻ്റെ മുകളിൽ കുത്തി വെച്ചാലും നമുക്കത് ഷർട്ടിൻ്റെ ചുളുങ്ങാത്ത രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പലപ്പോഴും നമുക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം ഇത് വെച്ചുകൊടുത്ത് ഇങ്ങനെ ടീഷർട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അവിടെ കഴുത്തിലോ കയ്യിലോ നമ്മളെ കോളറിലോ അല്ലെങ്കിൽ കോട്ടിലൊക്കെ കുത്തി കഴിഞ്ഞാൽ തീരെയും കാണില്ല. കാരണം കോട്ടിനൊക്കെ ഇതിൽ ചിലപ്പോൾ മേ ബി കോട്ടിൻ്റെ കൂടെ വരുന്നൊരു പിന്നായിട്ടൊക്കെ മാത്രമേ തോന്നുള്ളൂ. ഇപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് മോണോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാലും ഒരുപോലെ തന്നെ ഓഡിയോ കിട്ടുള്ളൂ. സേഫായിട്ടുള്ള മോഡ് മോണോ തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് രണ്ടും സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപോലെ കിട്ടുള്ളൂ. ഇനി നമുക്ക് സ്റ്റീരിയോക്ക് മാറ്റാം. വോളിയം കൺട്രോൾ ബട്ടൺ നമ്മൾ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലൈറ്റിൻ്റെ കളറ് മാറും. ലൈറ്റിൻ്റെ കളറ് മാറി ബ്ലൂയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്റ്റീരിയോയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലായിരിക്കും കൂടുതൽ ലെഫ്റ്റും റൈറ്റും നമുക്ക് മാറി നമുക്ക് സ്വിച്ച് ചെയ്യുന്ന പോലെ നമ്മൾ വോളിയം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റീരിയോ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരു സ്പെഷ്യൽ എഫക്റ്റാണ് നമ്മൾ സ്റ്റീരിയോയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സിന് കിട്ടും. അതായത് ഹെഡ്ഫോണൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന വ്യൂവേഴ്സിന് സ്പെഷ്യൽ എഫക്റ്റായിട്ട് നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റും. നോർമലി നിങ്ങൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ മോണോ തന്നെ ഷൂട്ട് ചെയ്താൽ മതി. ചിലർ ഒരു ഹെഡ്ഫോണൊക്കെ വെച്ച് കേൾക്കുകയാണെങ്കിൽ അവർക്ക് മുഴുവനും കേൾക്കണമെന്നുണ്ടെങ്കിൽ മോണോയിലിടായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മോണോക്ക് തന്നെ മാറ്റി നോക്കാം. പവർ ബട്ടൺ, വോളിയം കൺട്രോൾ ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ മോണോയിലേക്ക് തന്നെ മാറ്റി. അപ്പോൾ ഇപ്പോൾ മോണോയിലാണ്. അപ്പോൾ നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ 2 ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് നമ്മളെ ചാർജിങ് കേസിലേക്ക് തന്നെ വെറുതെ ഇട്ട് വെച്ചാൽ മതി. അതായത് ഓഫായിട്ട് ഇന്ന് ചാർജ് ആയിക്കോളും. ഇപ്പോൾ ഹോളി ലാൻഡിൽ നമ്മൾ മോണോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വോയിസൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 13,000 അടുത്തൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രൈസ് ഉണ്ടാവുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞില്ല, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ലിങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്ത് വാങ്ങാൻ പറ്റും. അതല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഏതായാലും നിങ്ങളൊരു മൈക്കാണ്, പ്രത്യേകിച്ചും ഇതുപോലെ വയർലെസ് മൈക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2-3 കൊല്ലം സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു അടിപൊളി മൈക്ക് തന്നെയാണ് ഹോളി ലാൻഡ് ലാർക്ക് MTS. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ആധുനികമായിട്ടുള്ള ഇതൊക്കെ നമുക്ക് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ പഠിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നിങ്ങളെ പാഷൻ നിങ്ങൾക്ക് പ്രൊഫഷനാക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് അഗൈൻ. ലവ് യു ഓൾ.